ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലുള്ളൊരു ഡാമാണിത്. ഈ ഡാമിൻ്റെ പേരാണ് മംഗലം ഡാം. ഇവിടെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിനോദയാത്രയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഈ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന തന്നെ അത്രയും വിഷ്വൽ ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ മംഗലം ഡാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു ഡാമിൻ്റെ ഒരു ചുറ്റുമുള്ള ഒരു വ്യൂ എന്താണെന്നുള്ളത്. ഭയങ്കര രസമാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഏരിയകളുണ്ട്. ഇങ്ങനെ നടന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ കാടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാം. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഡാമിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഒരു മലകളൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഭംഗി ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് എന്താ ഒരു വ്യൂ എന്നുള്ളത്. ഇതവിടുത്തെ ഒരു പാർക്കാണ്. ഈ ഡാമിൻ്റെയൊക്കെ അടുത്തുള്ള പാർക്ക്. ഇവിടെയൊക്കെ നമുക്ക് വന്നിരിക്കാനൊക്കെ പറ്റും. കപ്പിൾസിനും ഫാമിലീസിനൊക്കെ വന്നിങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. കാരണം ഇവിടെ അധികം വെയിലൊന്നുമില്ല, നല്ല തണലാണ്. കേട്ടോ, മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. മൊത്തം മരങ്ങളും പച്ചപ്പായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും അതുപോലെ തന്നെ തണുത്തൊരു കാറ്റൊക്കെ ആയിട്ട് മൊത്തത്തിൽ അടിപൊളിയാണ് ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. കണ്ടോ, ശരിക്കും നമുക്ക് ഒട്ടും വെയിൽ കൊള്ളാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പോട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഇത്രയും തണൽ മരങ്ങൾക്ക് ഇടയിൽ സ്വസ്ഥമായിട്ട് നല്ല വായുവൊക്കെ ശ്വസിച്ച് നമുക്ക് ഇവിടെ ഈ ഒരു എന്താ പറയുക ഡാമിൻ്റെ ഈ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് എത്ര മനോഹരമായിട്ട് എത്ര സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെന്ന് അറിയാം. ഇതൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് മരങ്ങളാണ്. അത്രയും അടിപൊളിയായിട്ട് ഇവർ ഇതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡാമും ഈ ഡാമിൻ്റെ സമീപ പ്രദേശങ്ങളെല്ലാം മറ്റേ അത്രയും ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കാട്ടിലൊക്കെ വന്ന ഫീൽ നമുക്ക് കിട്ടും. നമുക്ക് ഈ കാണുന്നുണ്ടോ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഞെട്ടിപ്പോയിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയും സ്ഥലം ഇതിനകത്തുണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. പുറത്ത് സ്ഥലമുണ്ട്, അത് ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ അകത്തുനിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ ഈ ഒരു ഭംഗി നോക്ക്, ഈ ഒരു ലുക്ക് നോക്ക്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഈ വ്യൂ ഉണ്ടല്ലേ, ഇത് ഫോണിൽ കാണുമ്പോൾ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു രക്ഷയില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ് സത്യം പറയാമല്ലോ. എനിക്ക് മലമ്പുഴ ഡാമിനേക്കാളും ഇഷ്ടപ്പെട്ടു ഈ മംഗലം ഡാം. എന്താ വെച്ചാൽ ഒരുപാട് ഏരിയ ഉണ്ട്. ഇപ്പോൾ ഈ വാക്ക് വേ ഒക്കെ ഉണ്ടോ, ഒരുപാട് വാക്ക് വേ ഉണ്ട്. വാക്ക് വേയിലൊക്കെ നമുക്കിങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഉച്ച സമയം ആയതുകൊണ്ടാണ് ഈ ഒരു വെയിൽ. വൈകുന്നേരത്തോടെ അടുക്കുമ്പോഴത്തേക്കും വെയിലൊക്കെ താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമായിരിക്കും ഇവിടേക്ക് ഇരിക്കാനായിട്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ, കാണുന്നതല്ല, നല്ല കാറ്റ് വീശുന്നുണ്ട്. ഒരു ചൂടുമില്ല, വളരെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. ഈ ഒരു വാക്കുവിൽ ആൾക്കാരൊക്കെ കുറവാണ്. കാരണം ഇങ്ങോട്ടേക്ക് വരാനുള്ള മാർഗം കുറച്ച് പാടാണ്. പിന്നെ ഇപ്പോഴൊന്നും വണ്ടി ഉണ്ടെന്നെങ്കിൽ ബസ്സുകളുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ കാറോ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റും. ഇതൊക്കെ എനിക്കൊന്നും ഡാമിൽ മീൻ പിടിക്കാൻ പോകുന്ന സെറ്റപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. വലയൊക്കെ കാണാനകത്ത് വലയൊക്കെ ഉണ്ട്. മീൻ പിടിക്കാൻ പോകുന്നതായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് ഇതൊക്കെ നമുക്കിങ്ങനെ വാക്കുകയാണ്. ഇതിൽ നടക്കാനുള്ള ഒരുപാട് ഏരിയ ഉണ്ട്, നടന്നിങ്ങനെ കാണാൻ പറ്റുന്നത്. കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിലൊക്കെ നമ്മൾ നടന്നു പോകില്ലേ, അതുപോലെ തന്നെ ഒരു വാക്യമാണ്. പക്ഷേ ഇത് ഒന്നൊന്നര സ്ഥലം കേട്ടോ. പാലക്കാട് ഇങ്ങനെയൊരു കിടിലൻ സ്പോട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മംഗലം ഡാം കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒത്താണ് അടിപൊളി സ്പോട്ടാണെന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എന്താ ഞാൻ പറയാം, അത്രയും ഭംഗിയാണ്. ആ കാണുന്ന മലനിരകൾ കണ്ടില്ലേ, പാലക്കാടിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ മലയും ഈ ഡാമും പാടവും അതൊക്കെയാണ് പാലക്കാടിൻ്റെ ഒരു ഭംഗി. ആണ് ഇതൊക്കെ നടന്ന് ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കുന്ന എന്താ പറയുക സമയം ചിലവഴിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളാണ്. മൊത്തം എന്താ പറയുക, ഈ ഡാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാടിനുള്ളിൽ നിൽക്കുന്ന ഫീലാട്ടോ. ഒരു കാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടും. ഭയങ്കര രസമായിട്ടിരിക്കാം, ഭയങ്കര സമാധാനമാണ് ഒന്നാമത്തെ കേസ്. ഇതും ഡാമിൻ്റെ തന്നെ ഒരു പാർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് വിനോദയാത്രികളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സ്ഥലമൊക്കെ, ഈ ഡാമിൻ്റെ സ്ഥലമൊക്കെ കാണിക്കുന്നുണ്ട്.